പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ, മരിച്ചുപോയ അമ്മയെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ RJDയും കോൺഗ്രസും ചില നിലപാടുകൾ സ്വീകരിച്ചു. അപ്പോൾ പ്രധാനമന്ത്രി മോദി ഒരു ചടങ്ങിൽ പങ്കെടുക്കുക, സ്ത്രീകളുടെ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്, അതിൽ പങ്കെടുക്കുക വളരെ വികാരാധീനനായിട്ടാണ് സംസാരിച്ചത്. മരിച്ചുപോയ എൻ്റെ അമ്മയെപ്പോലും വെറുതെ വിടുന്നില്ല, അമ്മമാരെയാണ് ഇത്ര മോശമായി കോൺഗ്രസ് പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നത് ഞാൻ കണ്ടിരുന്നു. അത് പറഞ്ഞ മാതിരി വലിയൊരു വികാരാധീനനായിട്ടല്ല അദ്ദേഹം സംസാരിച്ചത്. അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തതാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയെ ചേർത്ത് വളരെ അശ്ലീലമായ തെറിയാണ്. അത് വിളിച്ചിട്ട് 5-6 ദിവസമായി. കേരളത്തിലെ മാധ്യമങ്ങളത് അറിഞ്ഞില്ല. ഇന്നിപ്പോൾ അവർ ഇന്നലെ സംസാരിക്കുമ്പോൾ മോദിയുടെ തൊണ്ടയടറി, അതൊരു വാർത്തയാണ്. തൊണ്ടയടറി, അതിൻ്റെ പരിഹാസം വെച്ചാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ മഹാമോശമായി. ഈ രാഹുൽ ഗാന്ധിയോ തേജസ്വി യാദവോ ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല, ഇത് മോശമായി എന്ന് പറയാനും തയ്യാറായിട്ടില്ല. വളരെ വീക്കായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അതൊരു BJP-കാരൻ തള്ളിക്കയറി വന്നതാണ്. അവരുടെ സ്റ്റേജിലേക്ക് ഒരു BJP-കാരൻ തള്ളിക്കയറി വന്നിട്ട് ഈ പോക്രിത്തരം വിളിച്ചു പറയുക. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും പൊതുവേ ഇന്ത്യ മുന്നണിയുടെയും അവരുടെ ഒരു നിരാശയിൽ നിന്നുണ്ടാകുന്ന ദേഷ്യം, ഇതാണ് ഈ പ്രകടമാകുന്നത്. ഇത് കൂടാതെ മഹുവ മൈത്ര TMC MP അവർ പറഞ്ഞു അമിത്ഷായുടെ കഴുത്ത് വെട്ടി മേശപ്പുറത്ത് വയ്ക്കണം, അതായിരുന്നു അവരുടെ ആവശ്യം. അതിന് ഛത്തീസ്ഗഡിൽ കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. ബംഗാളിയിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത് നാണം കൊണ്ട് എനിക്ക് സ്വന്തം കഴുത്ത് വെട്ടിക്കളയാൻ തോന്നുന്നു, ഇതാണ് പഴഞ്ചൊല്ല്. അവർ പറഞ്ഞു ആ പഴഞ്ചൊല്ലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നാണം കൊണ്ട് സ്വന്തം കഴുത്ത് വെട്ടാൻ തോന്നുന്നതും വേറൊരാളിൻ്റെ കഴുത്ത് വെട്ടുന്നതും തമ്മിൽ വ്യത്യാസമില്ല. എനിക്ക് നാണം തോന്നുന്നു, അതുകൊണ്ട് സിനിജിയുടെ കഴുത്ത് വെട്ട്, ഇതെന്ത് വരും? അവർക്ക് നാണം തോന്നി, അതുകൊണ്ട് അമിത്ഷായുടെ കഴുത്ത് വെട്ടാൻ പറ്റും. ഈ രീതിയിൽ ബാലൻസ് തെറ്റി നിരാശ കൊണ്ട്, ദേഷ്യം കൊണ്ട് എന്തെല്ലാം പ്രയോഗിച്ചൊക്കെ നോക്കി, ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഈ വോട്ടർ പട്ടികയാണല്ലോ കൊണ്ടു നടക്കുന്നത്. വോട്ടർ പട്ടികയും അവർക്ക് വിശ്വാസമൊന്നുമില്ല. 65 ലക്ഷം വോട്ടർമാരെ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ബഹളം. ആ ബഹളം തുടങ്ങിയിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ 89 ലക്ഷം പേരെ മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷൻ കമ്മീഷന് അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഈ ആപ്ലിക്കേഷനൊക്കെ കൊള്ളാം, പക്ഷേ ഇത് ഫോം 7-ൽ വേണം തരാൻ. തന്നിരിക്കുന്നത് ഫോം 6-ലാണ്, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. അതോടെ ഈ 89 ലക്ഷത്തിൻ്റെ ബോംബ്, അതായിരുന്നു ഹൈഡ്രജൻ ബോംബ്, അത് ചീറ്റിപ്പോയി. ഇനി വേറെ വല്ല ബോംബ് കൊണ്ടുവന്നില്ല. വെറുതെ ഇങ്ങനെ ബോംബെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഒരു ചലനവും സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. സിനിജി നോക്കിക്കോ, രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്ര, അതിൻ്റെ ഒരു ലോങ് ഷോട്ട് ഏതെങ്കിലും TV-യിൽ കണ്ടോ? ഇല്ല, കാണിക്കുകയില്ല. മാക്സിമം 1500 പേരൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ യോഗത്തിൽ വന്നിരിക്കുന്നത്. പരമദയനീയമാണ്. പല സ്ഥലത്തും ഫണ്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് രാഹുൽ ഗാന്ധി 4 വാർഡ് നോക്കി ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചിങ്ങ, കുമ്പളങ്ങ, തക്കാളി എന്നൊക്കെ പറഞ്ഞ് വിളിക്കില്ല, അതുപോലെ വിളിച്ച് ആൾക്കാരിപ്പോൾ ജനലിൽ കൂടെ ഇത് പ്രാന്തൻ പറഞ്ഞ് അങ്ങനെയാണ് 10-15 പേര്. അതുകൊണ്ടാണ് എപ്പോഴും ക്ലോസ് ഷോട്ടുകൾ വരുന്നത്, ലോങ് ഷോട്ട് കാണിക്കില്ല. നോ ലോങ് ഷോട്ട്, അബ്സല്യൂട്ട്ലി. ചെറിയ ജനക്കൂട്ടമാണ്, 10-12 പേരൊക്കെ ഉള്ളത്. ആ 12 പേര് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ റോഡ് ഷോയുടെ കൂടെ തന്നെയുള്ളവരാണ്, വോട്ടധികാര യാത്രയുടെ കൂടെ തന്നെയുള്ളവർ. അത്ര ദയനീയമായി കഴിയുമ്പോൾ മനുഷ്യർ തെറിയൊക്കെ പറയും, നിരാശ കൊണ്ട്. അപ്പം അത് ഇപ്പോഴൊന്നുമല്ല, നേരത്തെ മരണത്തിൻ്റെ വ്യാപാരി അത് ഇതെന്ന്, അയ്യോ രാവണൻ. മല്ലികാർജുൻ ഖർഗെ നരേന്ദ്രമോദിയെ വിളിച്ച പേരാണ് രാവണൻ. ബാക്കിയൊക്കെ പോട്ടെ, പിള്ളേരാണ്. ഇപ്പോൾ ഈ തെറി പറഞ്ഞ ആളുമൊക്കെ അങ്ങനെയാണ്, ചെറുപ്പക്കാരാണ്. മല്ലികാർജുൻ ഖർഗെക്ക് എന്ത് പ്രായമുണ്ട്? ആ മനുഷ്യൻ മറ്റൊരാളിനെ ഇരട്ടപ്പേര് വിളിക്കുക, രാവണനാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുക.
മണിശങ്കരയ്യരാണെങ്കിൽ പണ്ട് മുതലേ ചീത്ത പറഞ്ഞു വരികയാണ്. എന്ത് ചെയ്യാൻ പറ്റും? AICCയുടെ മുമ്പിൽ ചായ കൊടുക്കാൻ ഞാൻ മോദിയെ നിർത്തുമെന്ന് പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു. പിന്നെ പോട്ടെ, അശ്ലീലമൊന്നുമില്ല. ഇത് മഹാവൃത്തികേടായിപ്പോയി. അതും അമ്മയെ, ആ സ്ത്രീ സിനിജി ആലോചിച്ച് നോക്കി. ഇങ്ങേര് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. ആ സ്ത്രീ ഒരിക്കലും ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗറിൽ ആ അമ്മ പോയിട്ടില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായി. അവർ മരണം വരെ ഡൽഹിയിൽ അവർ വന്നിട്ടില്ല. വേണമെങ്കിൽ അവരെ പ്രധാനമന്ത്രിക്ക് കൊണ്ടുവരാം, താമസിപ്പിക്കാം. പ്രധാനമന്ത്രിയുടെ കോമ്പൗണ്ടിൽ തന്നെ വേറൊരു മന്ദിരം പണിഞ്ഞിട്ട് അവരെ താമസിപ്പിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ സ്ത്രീ വന്നില്ല. മരണം വരെ അവർ യാത്ര ചെയ്ത് ഓട്ടോറിക്ഷയിലാണ്. ഓർക്കണില്ല അതിൻ്റെ ഫോട്ടോ ഒക്കെ വന്നു. ആശുപത്രി ഡോക്ടറെ അടുത്ത് പോകുന്നു. വലിയ അസുഖമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പഴയ നല്ല ആരോഗ്യമുള്ള കക്ഷിയാണ്. തീരെ മെലിഞ്ഞിട്ടായിരുന്നു, പൊക്കം കുറഞ്ഞൊരു സ്ത്രീ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയെ ചീത്ത പറയാനൊക്കെ എങ്ങനെ തോന്നുന്നു മനുഷ്യർക്ക്? അവരാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒന്നിനും ഇടപെട്ടിട്ടില്ല. അവരുടെ മരണം പോലും സിനിജി നോക്ക് അതൊരു ഇവൻ്റാക്കി പ്രധാനമന്ത്രി മാറ്റിയില്ല. ആരെയും അവിടെ ആരും വരണ്ടെന്ന് പറഞ്ഞു. മകൻ എന്നുള്ള നിലയ്ക്ക് ഇങ്ങേറിപ്പോയി. അവിടുത്തെ ഒരു സാധാരണ ശ്മശാനത്തിൽ ദഹിപ്പിച്ചു, തിരിച്ചു വന്നു. ആ അമ്മയുടെ മൃതദേഹം വെച്ചുകൊണ്ട് ഗുജറാത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങി ഡൽഹിയിലുമൊക്കെ കൊണ്ടുവന്ന് നമ്മളിവിടെ KSRTC ബസ്സിൽ കൊണ്ടു നടക്കുന്നില്ല. ആ ഒരു ഷോ മോദിക്ക് വേണമെങ്കിൽ നടത്താമായിരുന്നു. എന്നിട്ട് ആ ബസ്സിലിരിക്കുക, കരയുക, കൈവീശി കാണിക്കുക, ഈ കലാപരിപാടിയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ വിചാരിച്ചെന്താ ആൾ കൂടില്ല. ഇതിലൊക്കെ എത്രയോ ഇരട്ടി ആൾ കൂടും. അല്ല, ഞാനിപ്പോൾ കേരളത്തിൽ ഈ നാടകം കളിച്ച് അത് മോശമാണെന്ന് ഞാൻ പറയുകയല്ല. ബട്ട് അതൊന്നും ചെയ്യാതെ ഏറ്റവും സിമ്പിളായിട്ട് ആരും വരുത്താതെ ഒരു റീത്ത് വെപ്പില്ല, ചടങ്ങില്ല, ഒന്നുമില്ല. അമ്മ മരിച്ചു, മകൻ പോയി ദഹിപ്പിച്ചു, തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും മകൻ ജോലിയിലാണ്. ഇങ്ങനെയുള്ള ഒരു അമ്മയെ തെറി പറയാൻ അവർക്ക് തോന്നും. അവരും രാഷ്ട്രീയത്തിലാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നവരാണെങ്കിൽ സാന്ദർഭികമായിട്ട് തെറി പറഞ്ഞു പോയി എന്നൊക്കെ പറയും. ഇതൊന്നുമില്ല. എത്രയോ ദൂരെ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു സ്ത്രീ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. പബ്ലിക്കിൽ അവർ വന്നിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മോദി വല്ലപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ ദൂരെ നിന്ന് എടുക്കുന്ന ഫോട്ടോയോ വീഡിയോയോ ആണ് ആ അമ്മയെ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അമ്മയെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഉണ്ട്. അവർക്ക് ആ പദവിയും സംഗതിയും വെച്ചിട്ട് പത്രസമ്മേളനം നടത്താൻ മതി ചെയ്ത് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാർത്തയാകും. അവരൊന്നും ചെയ്തില്ല, ഒന്നും. എന്നിട്ട് മരിച്ചും കഴിഞ്ഞിട്ട് പിന്നെ അവരെ ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ എന്തൊരു മഹാഭാവികളാണ് ഇവരൊക്കെ. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു വെപ്രാളമുണ്ട്. എനിക്കറിയില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ വേണ്ടത് തിരഞ്ഞെടുപ്പും വേണ്ട, ഒന്നും വേണ്ട, എന്നെ പ്രധാനമന്ത്രിയാക്കുക, അല്ലെങ്കിൽ ഞാൻ തെറി പറയും. ആ അവസ്ഥയാണ്. അല്ല, രാഹുലിൻ്റെ അഹന്ത ശരിക്കും പറഞ്ഞാൽ മോദിയെ വേദനിപ്പിക്കുകയല്ലേ ചെയ്ത്, കരയിപ്പിക്കുകയല്ലേ ചെയ്ത്? അങ്ങനെ കരയൊന്നുമില്ല മനുഷ്യൻ. അയ്യോ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറ്റി, വർഷം എത്രയാണ്, കരയൊന്നുമില്ല. ബട്ട് അത് ശരിയല്ല. പുള്ളിക്ക് വളരെ അതിനകത്ത് ഇഞ്ചുവേർഡായി. അപ്പം അത് പുള്ളി പ്രകടിപ്പിക്കുകയും ചെയ്തു. ശരിയല്ല. അതിൻ്റെ മറുപടി നാട്ടുകാർ പുള്ളി പറഞ്ഞു, എന്നെ പറഞ്ഞത് ഞാൻ ചിലപ്പോൾ ഇത് ചെയ്യും. എനിക്ക് അമ്മമാരോടും സഹോദരിമാരോടും പറയാനുള്ളത് ഇതും സഹിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടാവണം, നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അതും പുള്ളി സഹിക്കുക, എന്ത് ചെയ്യാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.